Hello, so next we have to move to our last module, that is dividend decision and dividend policies. So all of you know that what is dividend. Okay, dividend is the return given to the shareholders. As we already discussed, dividend is the return given to the shareholders. So what is the meaning of dividend? We can say the term dividend refers to the portion of after tax profit which is distributed among the shareholders of the company. So dividend act as the reward to the shareholders. So we know that dividend is paid after paying the tax. After payment of the tax we are paying the dividend. So dividend refers to the portion of after tax profit which is distributed among the shareholders. So according to Institute of Chartered Accountants of India, dividend is the distribution of shareholders out of profits or reserve available to this purpose. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലോ ഡിവിഡൻഡ് എന്താണെന്നുള്ളത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ ആണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടാക്സ് കഴിച്ചതിൻ്റെ ബാക്കി എല്ലാ പേയ്മെൻറ്റ്സും കഴിച്ച് ഇൻട്രസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ടാക്സ് അടച്ചതിന് ശേഷം ആ ലാഭത്തിലെ വിഹിതം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ that's the definition of dividend. There are different types of dividend. We can say dividend are in different types, different forms. First one, it is cash dividend, dividend paid in cash. സാധാരണ രീതിയിൽ ഡിവിഡൻറ്റുകൾ വ്യത്യസ്ത രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഡിവിഡൻറ്റ് വേണമെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം, ക്യാഷ് അല്ലാത്ത രൂപത്തിലൊക്കെ കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പറയുന്നത് ക്യാഷ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് പെയ്ഡ് ഇൻ ക്യാഷ് ഈസ് ക്യാഷ് ഡിവിഡൻറ്റ്. ഇറ്റ് മേ ബി റെഗുലർ ഓർ final dividend. Regular or final dividend and interim dividend is there. Okay, that is a cash dividend may be regular or final or interim dividend. So what is regular or final dividend? It is the dividend declared and paid at the end of the financial year. The dividend paid and declared at the ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് എത്ര ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെന്ന് ഡിക്ലെയർ ചെയ്തിട്ട് പേ ചെയ്യുന്നതിനെയാണ് ഫൈനൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ റെഗുലർ ഡിവിഡൻഡ് എന്ന് പറയുക. സാധാരണ രീതിയിൽ ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ തന്നെയാണ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇൻ്ററിം ഡിവിഡൻഡ്. ഓക്കെ, ഡിവിഡൻഡ് ഡിക്ലെയർ ബിഫോർ ദി ഡിക്ലറേഷൻ ഓഫ് ഫൈനൽ ഡിവിഡൻഡ്. ഓക്കെ, ദിസ് മീൻസ് ബിറ്റ്വീൻ 2 ഫിനാൻഷ്യൽ ഇയേഴ്സ്. കമ്പനിക്ക് വേണമെങ്കിൽ ഒരു വർഷം കഴിയുന്നതിന് ഇടയ്ക്ക് തന്നെ ഡിവിഡൻഡ് കൊടുക്കാം. വർഷാവസാനമാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമെങ്കിൽ കൂടി അതിനിടയ്ക്കായിട്ട് 6 മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ അവർക്കൊരു അപ്രോക്സിമേറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. അതിനെയാണ് ഇൻ്ററിം ഡിവിഡൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ഈസ് ദി സെക്കൻഡ് വൺ ഈസ് ദി ക്യാഷ് ഡിവിഡൻഡ്. ഫസ്റ്റ് വൺ ക്യാഷ് ഡിവിഡൻഡ്. സെക്കൻഡ് വൺ ഈസ് ദി സ്റ്റോക്ക് ഡിവിഡൻഡ്. So dividend paid in the form of shares by capitalizing its past profit of reserves is known as stock dividend. So what is stock dividend? Dividend paid in the form of shares. അല്ലേ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പ്രോഫിറ്റും അതുപോലെ തന്നെ റിസർവും ഒക്കെ എന്ത് ചെയ്യാണ്, ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട്. ക്യാപിറ്റലൈസ് മീൻസ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ അല്ലേ. അത് നമ്മൾ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനെ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം. കഴിഞ്ഞ വർഷങ്ങളിലെ ലാഭമൊക്കെ കുറച്ച് മാറ്റി വെച്ചതുണ്ട്, റിസർവായിട്ടും പ്രോഫിറ്റായിട്ടൊക്കെ മാറ്റി വെച്ചതുണ്ട്. സോ ആ ലാഭം നമ്മൾ കൺവേർട്ട് ചെയ്യാണ്, ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഷെയർസ് ഡിവിഡൻഡ് എന്നുള്ള രൂപേണ ഷെയർ ഹോൾഡേഴ്സിന് നൽകാം. അപ്പം ക്യാഷായിട്ട് മാത്രമല്ല, ഷെയർസായിട്ടും കൊടുക്കാം. ഷെയർസായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, പാസ്റ്റ് പ്രോഫിറ്റും അല്ലെങ്കിൽ റിസർവിനൊക്കെ ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് അതിന് ഷെയർസായിട്ട് കൊടുക്കാം. സോ ദാറ്റ് ദ പാസ്റ്റ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ദി കൺസേൺസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ ആൻഡ് എസ് എ ഫോം ഷെയർസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആസ് ഡിവിഡൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് എത്രയാണോ അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കൂടുതൽ ഷെയർ ഉള്ള ആളുകൾക്കായിരിക്കും വീണ്ടും കൂടുതൽ ഷെയർസൊക്കെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് പ്രൊമിസറി നോട്ട് ഫോർ എ ഷോർട്ട് ടേം മെച്യൂരിറ്റി പീരിയഡ്. പ്രൊമിസറി നോട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. യു ഓൾറെഡി സ്റ്റഡീഡ് പ്രൊമിസറി നോട്ട് ഇൻ യുവർ ഫസ്റ്റ് സെം ഐ തിങ്ക്. ഓക്കെ, അപ്പം ഹിയർ ദ ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് promissory notes.
Promissory notes is a note return prescribing a certain amount to be paid to a prescribed person in a date, within a date. So ഇങ്ങനെയുള്ള പ്രോമിസറി നോട്ടായിട്ട് വേണമെങ്കിലും ഡിവിഡൻഡ് നൽകാം. ദെൻ നെക്സ്റ്റ് ബോണ്ട് ഡിവിഡൻഡ്. There is a dividend paid in the form of debentures or bonds for a long period bearing the interest at a fixed rate. അപ്പം ഇവിടെ ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം ബോണ്ടായിട്ട് നൽകുക. എന്താ ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ബോണ്ട് എന്നൊക്കെ കേൾക്കാമല്ലേ, ഡിബെഞ്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പം ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക, ഡിവിഡൻറ്റിന് പകരം അവർക്ക് ഡിബെഞ്ചേഴ്സോ അല്ലെങ്കിൽ ബോണ്ട്സോ ആയിട്ട് നൽകുക. എന്നിട്ട് അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാകുമ്പോൾ ഒരു ലോങ് മെച്യൂരിറ്റി പീരീഡ് ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ബോണ്ടുകൾക്ക് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തെ മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. അത്രയും നാൾ അവർക്ക് ആ ബോണ്ടുമേ ഇൻട്രസ്റ്റും കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ ഒക്കെ ഓരോരോ കമ്പനി അവർക്ക് അപ്പം മാച്ച് ആവുന്ന രീതിയിൽ അവർക്ക് അപ്പം ഏറ്റവും ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരിക്കും എടുക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദി ഫോം ഓഫ് അസറ്റ്, അല്ലേ, അസറ്റുകളായിട്ട് വേണമെങ്കിലും ഡിവിഡൻഡ് കൊടുക്കാം. അതാണ് പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഓക്കെ, അപ്പം ഈ പ്രോപ്പർട്ടി ഡിവിഡൻഡൊക്കെ സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി or at the time of liquidation of the company, there may be pending dividend to be paid to the shareholders. So at that time they will provide the assets as dividend. അല്ലേ, കമ്പനി കൂട്ടുന്ന സമയത്തൊക്കെ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം ഡിവിഡൻഡ് പെൻഡിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് കൊടുക്കുമായിരിക്കും, അസറ്റുകൾ, ആ ഒരു ഫോമിൻ്റെ അസറ്റുകൾ കൊടുക്കുമായിരിക്കും. Then what is dividend policy? We have to study about dividend policy. So dividend policy refers to the policy which determine the allocation of earning into retained earning and dividend. Okay, so dividend policy refers to the policy which determine the allocation of earning into retained earnings and dividend. നമ്മുടെ ലാഭം എത്ര റിട്ടേൺഡ് ഏർണിങ്സ് ആയിട്ട് മാറ്റുന്നു, എത്ര ഡിവിഡൻഡ് ആയിട്ട് മാറ്റുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പോളിസീസിനൊക്കെയാണ്, അതിൻ്റെ അലോക്കേഷനൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മളിവിടെ ഡിവിഡൻഡ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിവിഡൻഡ് പോളിസി റെപ്രസെൻറ്റ് ദി പ്ലാൻ ആക്ഷൻ ടു ബി ഫോളോഡ് വെനെവർ ദ ഡിവിഡൻഡ് ഡിസിഷൻ മസ്റ്റ് ബി മെയ്ഡ്. അല്ലേ, നമ്മളൊരു ഡിവിഡൻഡ് പേ ചെയ്യാൻ ഒരു കമ്പനി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ എടുക്കേണ്ട ആ ആക്ഷനുകളും അവിടെ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെയാണ് ഡിവിഡൻഡ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് എമൗണ്ട് ഈസ് ടു ബി റിട്ടൈൻഡ് ആൻഡ് ഹൗ മച്ച് ഈസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈസ് ദി എസെൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി. അല്ലേ, എത്ര റിട്ടൈൻ ചെയ്യണം, എത്ര ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇതൊക്കെ ഡിവിഡൻഡ് പോളിസിയിൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ, ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഡിവിഡൻഡ് പോളിസി. So dividend policy determines the division of earnings between payments to shareholders and retained earnings. നമ്മൾ പറഞ്ഞു അല്ലേ, ഇപ്പം ഫുള്ളും പ്രോഫിറ്റായിട്ട് ഡിവിഡൻഡായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്യാമെന്നില്ല. അതിലൊരു ഭാഗം ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം, റിട്ടൈൻഡ് ഏർണിങ്സ് ആയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതെത്ര മാറ്റി വയ്ക്കണം എന്നൊക്കെ പറയുന്നതാണ് ഈ ഡിവിഡൻഡ് പോളിസി. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡിവിഡൻഡ് പോളിസി ഓർ വാട്ട് ഈസ് ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി? What are the importance of dividend policy? We can just say what are the importance of dividend policy or optimum. What is the optimum dividend policy? An optimum dividend policy which maximize the value of the firm or its shares. അല്ലേ, ഒരു ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർസിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നതാണ് ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ആർ ദി റിയൽ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്, അല്ലേ, അപ്പോൾ അവരുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഒപ്റ്റിമൽ ഡിവിഡൻഡ്. സോ ഡിറ്റർമിനേഷൻ ഓഫ് ഹൗ മച്ച് ഇസ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഹൗ മച്ച് ഇസ് ടു ബി റിട്ടൈൻഡ് ഇൻ ദ ബിസിനസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ കമ്പനി. അല്ലേ, സ്വാഭാവികമായിട്ടും എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ മുഷിപ്പിക്കാൻ പാടില്ല. Okay, we should satisfy the shareholders. At the same time, there should be enough fund for growth and expansion of the business. അല്ലേ, മാത്രമല്ല എല്ലാതും ലാഭമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിന് വീണ്ടും എക്സ്പാൻഷനും ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് വീണ്ടും ക്യാഷിൻ്റെ ആവശ്യം വരും. ഓക്കെ, അപ്പം അതൊന്നും പിന്നെ നമ്മളിങ്ങനെ ഷെയർസൊന്നും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതിനെല്ലാം ഓരോ ഫിക്സഡ് എമൗണ്ട്സ് ഉണ്ടായിരിക്കും, ഓരോ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പം അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫ്യൂച്ചർ ഏർണിങ്സും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗ്രോത്ത് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് എത്ര റിട്ടൈൻ ചെയ്യണം, എത്ര ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നൊക്കെ അതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നത്.
ഈ ഡിവിഡൻഡ് പോളിസിയാണ്. അതൊരു ഒപ്റ്റിമം ആയിട്ട് ഡിസൈഡ് ചെയ്യുമ്പം അതെന്തായി ഒപ്റ്റിമം ഡിവിഡൻഡ് പോളിസി. ഓക്കെ, ബിക്കോസ് both the decisions, that the dividend decision and the retained earning decision will affect the overall market price of the shares. So the decision is very, very important. So dividend policy should be optimum. Liberal dividend policy may affect the liquidity of the business, and aggressive dividend may affect the market value of the shares. So what is liberal dividend? What is aggressive dividend? Okay, ലിബറൽ ഡിവിഡൻഡ് പറയുമ്പോൾ എന്താ, കിട്ടിയ ലാഭമൊക്കെ അങ്ങനെ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഹോൾ ദി പ്രോഫിറ്റ് ഈസ് ഡിവൈഡഡ് ആസ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ കേസ് ഓഫ് ലിബറൽ. സോ ഇറ്റ് വിൽ എഫക്ട് ദ ലിക്വിഡിറ്റി ഓഫ് ദി ബിസിനസ്. ഹൗ ഇറ്റ് വിൽ എഫക്ട് ദ liquidity of the business? The whole profit is distributed to shareholders. There will be no earnings in that company, or no reserves in that company, or returned earnings in that company for എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജീസ് എക്സെട്ര. ബിസിനസ്സിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ എടുത്തു വെച്ച് ക്യാഷ് ഉണ്ടാവില്ല, അല്ലേ? എടുത്തു വെച്ചാൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ കയ്യിൽ ക്യാഷ് ഫുള്ളും നമ്മൾ തീർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അതേപോലെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അവിടെ ലിക്വിഡിറ്റീനെ ബാധിക്കും. നേരെ മറിച്ച് അഗ്രസീവ് ഡിവിഡൻ്റ് ആണെങ്കിലോ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസിനെ ബാധിക്കും. എപ്പോഴും ലോ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഈവൻ അതിന് റീറ്റെയിൻഡ് ഏർണിങ്സ് ഒക്കെ ആയിരിക്കാം, എന്നാലും ഈവൻ ദോ എപ്പോഴും അത് ലോ ഡിവിഡൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ വളരെ കുറവായിരിക്കും. സോ ഇഫ് ദ കമ്പനി ഈസ് ഫോളോയിങ് ആൻ അഗ്രസീവ് ഡിവിഡൻഡ് പോളിസി, ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദി ഷെയർസ് വിൽ ബി affected. So what are the objectives of dividend policy? Next we have to study what are the objectives of dividend policy. Okay, can anyone say what are the objectives of dividend policy? But dividend policy has got a different objectives. I'll show you. Wealth maximization is objectives of dividend policy. Really, this was a topic that I have to give you as an assignment. Okay, to know whether you are watching the video or not. Anyway, I will give a brief explanation and you have to expand that points. Okay, അപ്പോൾ ഞാൻ എനിക്കതൊരു വർക്കായിട്ട് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്നവരാരൊക്കെ ഇല്ലാത്തവരാരൊക്കെ എന്നൊക്കെ എനിക്കറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യണം. ഞാനൊരു ബ്രീഫായിട്ട് പറയാം, അതിനൊന്ന് എലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വെൽത്ത് മാക്സിമൈസേഷൻ. വാട്ട് ഈസ് വെൽത്ത് മാക്സിമൈസേഷൻ? That is maximizing the owner's wealth, maximizing the equity shareholders' wealth. That's the first objective of dividend policy. Okay. So next, provide sufficient finance to the shareholders. Really, the shareholders have invested money in that concern, so it should require sufficient finance, or there should be they should provide a sufficient return to the shareholders. It is another objective. Then we can say avoid undesirable variation in dividend. Okay, if a concern is changing the dividend policy frequently, it will affect the shareholders. അല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഡിവിഡൻഡ് പോളിസി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ഡിസാറ്റിസ്ഫൈഡ്. ഓക്കെ, നോട്ട് ഓൺലി ടു ദി ഷെയർ ഹോൾഡേഴ്സ്, ഇറ്റ് വിൽ ബി എ ഹെഡേക്ക് ടു ദി മാനേജ്മെൻറ്റ് ഓൾസോ. മാനേജ്മെൻറ്റിനും അത് വലിയ തലവേദന ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാറ്റുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിവിഡൻഡ് പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, so rather than proper communications to be provided to the shareholders, whatever may be the dividend policy, it is followed by the company. The general guideline principles regarding the dividend policy must be clearly communicated to the shareholders. Okay, എന്ത് പോളിസി ആണെന്നുണ്ടെങ്കിലും അത് ഷെയർ ഹോൾഡേഴ്സിന് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ പോളിസി വേണം, അല്ലേ? നമ്മുടെ ഡിവിഡൻഡ് എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. ഓക്കെ, സോ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി.
So what are the factors affecting dividend policy? There are different factors like internal factors and also external factors. എന്തൊക്കെയാണ് ഈ ഡിവിഡൻഡ് പോളിസീനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? ഓക്കെ, എന്തൊക്കെയായിരിക്കും ഡിവിഡൻഡ് പോളിസീനെ എഫക്റ്റ് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ഏർണിംഗ്. If the stable and large size, the company can distribute more among shareholders. കമ്പനിക്ക് നല്ല ലാഭം ഉണ്ടെങ്കിൽ, നല്ല സ്റ്റേബിളായി എപ്പോഴും നല്ല ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ? ലിക്വിഡിറ്റി ഓഫ് ദി ഫേം എന്തായിരിക്കും? Concerned while deciding the dividend policy, the liquidity of the concern should also be kept in mind. Concerned liquidity-നെ കുറിച്ചിട്ട് ഒരു ധാരണയുണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്. നമ്മൾ വെറുതെ റീറ്റെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇഫ് യു ആർ റിറ്റെയിനിങ് ദി പ്രോഫിറ്റ്, ദർ ഷുഡ് ബി എ ക്ലിയർ കട്ട് പ്ലാൻ അബൌട്ട് ഓഫ് വാട്ട് വി ആർ റിറ്റെയിനിങ് ഇറ്റ്. അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് റിറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പ്ലാനൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിന് ചിലപ്പം അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദി ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ് ഷുഡ് ബി കൺസിഡേർഡ് ബൈ ടേക്കിംഗ് ദി ഡിവിഡൻഡ് പോളിസി. ദെൻ ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് കൺട്രോൾ. ഓക്കെ, if the management wants to retain the control in existing shareholders, should retain adequate fund for further necessary. അല്ലേ? അപ്പം അവർക്ക് ആ ഒരു ഷെയർ ഹോൾഡേഴ്സിനെ വെച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അവർക്ക് വീണ്ടും വെൽത്ത് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റിട്ടൈൻ ഏർണിംഗ് ആവശ്യമായിരിക്കും. ഓക്കെ, അതല്ല കമ്പനിക്ക് വീണ്ടും ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ വീണ്ടും ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ? ദ ഓണേഴ്സ് വിൽ ചേഞ്ച്. അല്ലേ? അതുവരെ ഉണ്ടായിരുന്ന ഓണേഴ്സ് മാത്രമാവില്ല, പുതിയ പുതിയ ഓണേഴ്സ് കമ്പനിക്കകത്ത് വരും. അപ്പം അവരുടെ കാര്യങ്ങളെല്ലാം കമ്പനിക്ക് നോക്കേണ്ടി വരും. നിലവിലുള്ള പഴയ ഓണേഴ്സിനെയും പുതിയ ഓണേഴ്സിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. സോ ദെൻ നെക്സ്റ്റ് പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ്. വി ഹാവ് ടു കൺസിഡർ ദി പാസ്റ്റ് ഡിവിഡൻഡ് റേറ്റ് ഓൾസോ. വാട്ട് ദ കമ്പനി പ്രൊവൈഡഡ് ഇൻ ദി പാസ്റ്റ് ഇയേഴ്സ്. എബിലിറ്റി ടു ബോറോ. ഓക്കെ, ഇഫ് എ കമ്പനി ഹാസ് ഹൈ ബോറോയിങ് കപ്പാസിറ്റി, വാട്ട് ഇസ് ബോറോയിങ് കപ്പാസിറ്റി? ദറ്റ് ഇസ് ക്രെഡിറ്റ് കപ്പാസിറ്റി. കമ്പനിക്ക് കൂടുതൽ ക്രെഡിറ്റ് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ക്യാൻ റേസ് ലോൺസ് ഫ്രം ബാങ്ക്സ്. ഓക്കെ, ഹാസ് എ ഹൈ ക്രെഡിറ്റ് കപ്പാസിറ്റി ഫോർ റൈസിങ് ലോൺസ് ഫ്രം ബാങ്ക്സ് എക്സെട്ര. സോ ദേ ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് മോർ എമംഗ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. സോ എന്താണ്, അതിന് ഡെപ്റ്റ് ഫണ്ട് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഡിവിഡൻഡൊക്കെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. എന്നിട്ട് ഫർദർ എക്സ്പാൻഷനും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ലോൺ എടുക്കാം. ഓക്കെ, need to repay debt. If the firm has more debt, they should retain adequate fund to repay it. കമ്പനി കുറേ കടം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചടക്കണോ അല്ലേ? അപ്പോൾ അതെല്ലാം തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷ് ഇതിൽ നിന്നിങ്ങനെ ഡിവിഡൻഡ് കൊടുക്കാണ്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, സോ വാട്ട് ആർ ദി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? വാട്ട് വിൽ ബി? എവറി ബിസിനസ് ഹാവ് ട്രേഡ് സൈക്കിൾ. വാട്ട്സ് ട്രേഡ് സൈക്കിൾ? There will be an introduction stage to a business, growth stage, then boom stage, depression stage, recession stage, like that. ഒരു ബിസിനസ് ഇങ്ങനെ ഇൻഫ്ലേഷനിലൂടെയും ഡിപ്രഷനിലൂടെയും അതുപോലെ തന്നെ പിന്നെ റിസഷൻ പീരീഡിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സമയമാണെങ്കിൽ അതിന് ബൂം പീരീഡിലായിരിക്കും അല്ലേ? ബൂം പീരീഡിലൊക്കെ ആണെങ്കിൽ അതിന് കൂടുതൽ ലാഭം ഉണ്ടാവും. അപ്പോൾ ആ ലാഭങ്ങളൊക്കെ കൂടുതലായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലുള്ള ബിസിനസ് ആണെങ്കിൽ പുതിയതായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്, അതിന് അത്ര തന്നെ ലാഭം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അതിന് കുറേ എക്സ്പാൻഷൻ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് കൂടുതൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. And next is legal requirements. Legal formalities also to be considered while deciding dividend policy. Legal formalities ഒക്കെ ഉണ്ടാവും അതാത് രാജ്യങ്ങളുടെ, അതെല്ലാം കൺസിഡർ ചെയ്യണം. Then corporate dividend tax rate, that is CDT, should be paid on dividend distributed among its shareholders. ഡിവിഡൻഡ് ആയിട്ട് അടക്കുന്ന സമയത്ത് നമ്മൾ CDT അടക്കണം. We have to pay CDT. ഓക്കെ, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ CDT അടക്കേണ്ടി വരും. അപ്പം ആ CDT ഒക്കെ എത്രത്തോളം വരും എന്നുള്ളത് കൂടെ ഇവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ടാക്സ്. ദെൻ ജനറൽ സ്റ്റേറ്റ് ഓഫ് എക്കണോമി. അപ്പം ഇഫ് ദ എക്കണോമി ഈസ് അൺസർട്ടൈൻ, ഇറ്റ് വിൽ ലീഡ്സ് ടു അഗ്രസീവ് ഡിവിഡൻഡ് പോളിസി. ദാറ്റ് ഈസ് ദ
just opposite of liberal dividend policy. If there is uncertain economy, that is we are not sure about the future, so the business will retain more and pay dividend very less. അതായത് ഭാവിയെക്കുറിച്ചിട്ട് ഒരു വലിയൊരു അൺസർട്ടൈൻ ആണ് ഭാവിയെക്കുറിച്ചിട്ട്. അവർക്ക് വളരെ നിശ്ചയമല്ല ഭാവിയിലും പ്രോഫിറ്റ് ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ അവർ കൂടുതൽ റിട്ടേൺ ചെയ്ത് കുറച്ച് മാത്രം ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. Then conditions in the capital market. So liberal dividend policy can follow when there is a comfortable capital market. അല്ലേ, ക്യാപിറ്റൽ മാർക്കറ്റും അതിനകത്തൊരു ഘടകമാണ്. നമുക്കൊരു നല്ലൊരു ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ കംഫർട്ടബിൾ ക്യാപിറ്റൽ മാർക്കറ്റ്, എ ലിബറൽ പോളിസി ക്യാൻ ബി ഫോളോഡ് ബിക്കോസ് ദർ വിൽ ബി നോ restrictions for raising, or there will be no hindrance for raising fund. അല്ലേ, ക്യാഷ് നമുക്ക് ക്യാപിറ്റൽ ഫീൽഡ് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്യാപിറ്റൽ മാർക്കറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ലോണൊക്കെ റേസ് ചെയ്യാൻ ഈസി ആയിരിക്കും, ലോങ് ടേം ലോണുകളൊക്കെ റേസ് ചെയ്യാൻ ഈസി ആയിരിക്കും. സോ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് പോയിന്റ് വി ഹാവ് ടു കൺസിഡർ ദി ഗവൺമെൻറ് പോളിസീസ് ഓൾസോ ഇൻ ദാറ്റ് കൺട്രി. രാജ്യത്തുള്ള ഗവൺമെൻറ് പോളിസീസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, so mainly there are 3 types of dividend policy. I'll just say you stable dividend policy, that's okay, anyway we can explain it in the next class. Okay, thank you.